ഈ കഥ നടക്കുന്നത് അമേരിക്കയിലെ മെയിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു ലേക്കിൽ വൈൽഡ് ലൈഫ് ഓഫീസറായ വോൾട്ടും പിന്നെ ഇവിടുത്തെ പോലീസുകാരനായ ഹാങ്കും കൂടെ ഇപ്പൊ അവരുടെ ബോട്ടിൽ ആ ലേക്കിലേക്ക് വന്നിരിക്കുകയാണ്. ലേക്കിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ അവർ നിൽക്കുന്ന ഭാഗത്തു നിന്നും 1 മൈൽ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ കടലാണ് കേട്ടോ. ആ കടലിലേക്കാണ് ഈ ലേക്ക് ചെന്ന് ചേരുന്നത്. ഈ വോൾട്ട് ഇപ്പോൾ ഒരു സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. അയാളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ചെറിയ ബോട്ടിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം വോൾട്ട് അവന്റെ സ്യൂട്ടൊക്കെ എടുത്തിട്ട് വേഗം തന്നെ വെള്ളത്തിലേക്ക് ചാടി. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ ഒരു ചെറിയ കേക്കൊക്കെ കഴിച്ച് ആ ബോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് ചാടിയ വോൾട്ട് ഇപ്പം അവിടെ മൊത്തം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അയാൾ ചെറിയൊരു തുരങ്കം പോലൊരു സംഭവം കണ്ടു. പുള്ളി അവിടെ നിന്നതിന് ശേഷം അതിനകത്തേക്ക് കൈയിട്ട് അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. പേടിച്ച് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ആമ അതിലെങ്ങനെ നീന്തി പോകുന്നുണ്ട്. വേറെ ഒന്നിനെ അയാൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ പിന്നെയും തിരിഞ്ഞ് അതിനുള്ളിൽ കൈയിട്ട് നോക്കുകയാണ്. പെട്ടെന്നാണ് എന്തൊരു സാധനം വെളിയിലേക്ക് വരുന്നത്. അത് കണ്ട് അയാൾ ശരിക്കും പേടിച്ചുപോയി. എന്നാൽ നോക്കുമ്പോൾ അതൊരു മീനായിരുന്നു. ഈ സമയം ബോട്ടിൽ ഹാങ്ക് ആണെങ്കിൽ വീണ്ടും ഒരു കേക്ക് എടുത്തിട്ട് അതും കഴിക്കാൻ തുടങ്ങി. ആ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ പരിസരമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ആരും അങ്ങോട്ട് വരുന്നില്ല. ഈ സമയം വോൾട്ട് ആണെങ്കിൽ അയാളുടെ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അവിടെ മരത്തിന്റെ വേരുകളൊക്കെ കാണുന്നുണ്ട്. അയാളിപ്പം അതിന്റെ ഇടയിലേക്ക് കയറി. എന്നിട്ട് അവിടെയൊക്കെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു ജീവി വന്നിട്ട് അയാളെ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്നു. പക്ഷെ എന്താണ് ആ ജീവി എന്ന് കാണിക്കുന്നില്ല. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ ആ ബോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനിടയിലാണ് വോൾട്ട് ഇപ്പൊ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ആ ജീവി ഇപ്പോൾ അയാളെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. എന്നാൽ ഹാങ്ക് ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കൈയും കാലൊക്കെ ഇട്ട് അടിച്ചതിന് ശേഷം വോൾട്ട് ഇപ്പം വെള്ളത്തിന് മുകളിലേക്ക് പിന്നെയും പൊങ്ങി വന്നു. എന്നാൽ ഇത്തവണ പൊങ്ങി വന്നപ്പോൾ അയാൾ ഉറക്കെ നിലവിളിച്ചു. അതുകൊണ്ട് ആ ശബ്ദം ഇപ്പൊ ഹാങ്ക് കേട്ടു. ഹാങ്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വോൾട്ടിനെ പിടിച്ചിരിക്കുന്ന ആ ജീവി വളരെ വേഗത്തിൽ അയാളെ കൊണ്ട് വെള്ളത്തിലൂടെ ഹാങ്കിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ഹാങ്ക് ബോട്ടിൽ കിടന്നൊരു തുഴയെടുത്തു. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ വോൾട്ടിനെ കാണുന്നില്ല. ആ ജീവി ഇപ്പം അയാളെ കൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്നും ഹാങ്കിന് മനസ്സിലാവുന്നില്ല. വോൾട്ട് ഇപ്പൊ എവിടെ പോയി എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് വോൾട്ടിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഓക്സിജൻ ടാങ്ക് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അത് കണ്ട് ഹാങ്ക് പേടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വോൾട്ട് ചാടി ആ ബോട്ടിൽ പിടിക്കുന്നത്. അതിനെ തുടർന്ന് ഹാങ്ക് അയാളെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. എന്നാൽ ഈ സമയം ഹാങ്ക് നോക്കുമ്പോൾ വോൾട്ടിന്റെ ശരീരത്തിന്റെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പകുതി ആ ജീവി ഭക്ഷിച്ചു കഴിഞ്ഞു. അങ്ങനെ വോൾട്ട് മരിച്ചു. ഇതൊക്കെ കണ്ട് ഹാങ്ക് ആണെങ്കിൽ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. എന്ത് ജീവിയാണ് ഇയാളെ പിടിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കാണിക്കുന്നത് സിറ്റിയിലൊരു മ്യൂസിയം ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് കെല്ലി. ഇവളൊരു പാലിയോളജിസ്റ്റ് ആണ്. അങ്ങനെ അവൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മ്യൂസിയത്തിന്റെ മാനേജർ വന്നിട്ട് അവൾ വിളിക്കുന്നത്. ഈ മാനേജറുടെ പേര് കെവിൻ. പിന്നീട് കാണിക്കുന്നത് ഈ കെല്ലി വല്ലാത്ത വിഷമത്തിലിരിക്കുന്നതാണ്. ഈ സമയത്താണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് മറ്റൊരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് റോസ്. ഈ റോസ് വർക്ക് ചെയ്യുന്നതും ഈ മ്യൂസിയത്തിൽ തന്നെയാണ്. മാത്രമല്ല ഇവള് കെല്ലിയുടെ ഒരു ഫ്രണ്ടും കൂടെയാണ്. എന്നാൽ ഇപ്പൊ ഇവര് തമ്മിൽ ശത്രുക്കളായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെല്ലി വിഷമിച്ചിരിക്കാനുള്ള കാരണം ആ കെവിൻ ഉണ്ടല്ലോ നേരത്തെ കണ്ടേ, അയാൾ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. എന്നാൽ അയാൾ ഇവളെ തേച്ചു. എന്നിട്ട് അയാൾ റോസുമായിട്ട് റിലേഷനിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് ശത്രുക്കളായത്. ഇതേസമയം തന്നെ ഹാങ്ക് ആണെങ്കിൽ വൈൽഡ് ലൈഫിന്റെ മറ്റൊരു ഓഫീസറെ കൂടെ അങ്ങോട്ട് വിളിച്ചു. ഇയാളുടെ പേര് ജാക്ക് എന്നാണ്. അങ്ങനെ ജാക്ക് അങ്ങോട്ട് വന്നപ്പം ഹാങ്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ജാക്ക് ചോദിക്കുന്നത് ഇനി വല്ല കരടിയുമായിരിക്കോ വോൾട്ടിനെ പിടിച്ചതെന്നാണ്. അതേക്കുമ്പോൾ കരടി എങ്ങനെയാണോ വെള്ളത്തിനടിയുന്ന ആൾക്കാരെ പിടിക്കുന്നത്, ഇത് കരടിയൊന്നുമല്ല, ഇവിടെ മറ്റെന്തോ ഉണ്ട് എന്നാണ് ഹാങ്ക് പറയുന്നത്. അയാൾ അത് പറഞ്ഞതിന് ശേഷം ജാക്ക് ചെന്ന് മരിച്ചുപോയ വോൾട്ടിന്റെ ബോഡിയൊക്കെ പരിശോധിക്കുകയാണ്. അയാളുടെ ആ ബോഡിയുടെ അവസ്ഥ കാണുമ്പോൾ ജാക്ക് ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ മ്യൂസിയത്തിന്റെ മാനേജറായ കെവിൻ ഇപ്പം കെല്ലിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ ചില കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയാണ്. അതായത് മെയിൻ എന്ന് പറയുന്ന സ്ഥലത്തെ ലേക്കിൽ ഒരു അപകടം ഉണ്ടായി. ഏതോ ഒരു ജീവി വോൾട്ട് എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് ഓഫീസറെ പിടിച്ചു. അയാളുടെ ശരീരത്തിൽ നിന്നും അവർക്ക് ആ ജീവിയുടെ പല്ല് കിട്ടിയിട്ടുണ്ട്. നീ ഉടനെ തന്നെ മെയിനിലേക്ക് ചെന്ന് അതെന്താണെന്ന് പരിശോധിക്കണം. ഈ ഒരു കാര്യമാണ് കെവിൻ ഇപ്പോൾ അവളോട് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. മെയിനിലേക്ക് പോകാനോ എനിക്കൊന്നും പറ്റത്തില്ല, നിങ്ങൾ വേറെ വല്ലവരും വിടാൻ നോക്ക്. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നിനക്ക് ആ റോസുമായിട്ട് കറങ്ങാൻ പോകാനല്ലേ, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് കെല്ലി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ നിന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത്, ഇത് നിന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് നീ പോയേ പറ്റൂ എന്നയാൾ തർപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് കെല്ലിക്ക് മറ്റൊരു വഴിയുമില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു ഹെലികോപ്റ്ററിലാണ് അവൾ മെയിനിലേക്ക് പോകുന്നത്. അങ്ങനെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് അവൾ ഹാങ്കിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം ഹാങ്ക് അവളെ വിളിച്ചോണ്ട് പോകുന്നത് മോർച്ചറിയിലേക്കാണ്. അങ്ങനെ അവർ മോർച്ചറിയിലേക്ക് കയറുമ്പോൾ ആ വോൾട്ടിന്റെ ശരീരം അവിടെ കിടത്തിയിട്ടുണ്ട്. കെല്ലി ഇപ്പം ആ ജീവിയുടെ പല്ല് പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷം അവൾ പറയുന്നത് ഇത് ഉറപ്പായിട്ടും ഒരു ഉരകവർഗത്തിൻ്റെതാണെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ആ വോൾട്ടിന്റെ ബോഡി ചെക്ക് ചെയ്തു. അത് കണ്ട് അവളും ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പൊ ആ ബോഡിയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ആ ലേക്കും കൂടെ ഒന്ന് വന്ന് പരിശോധിക്കണം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ മോർച്ചറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഹാങ്ക് ഇപ്പൊ കെല്ലിയും കൊണ്ട് പോകുന്നത് സിറ്റിയിലൊരു കടയിലേക്കാണ്. അവരിപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആ വണ്ടിയിലേക്ക് നിറച്ചു വെച്ചു. മാത്രമല്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി അയാൾ ചില തോക്കുകൾ എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജാക്ക് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ജാക്ക് വന്ന് ഇപ്പൊ കെല്ലിയെ പരിചയപ്പെട്ടു.
അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവരിപ്പോൾ ഒരു ബോട്ടിൽ ആ ലേക്കിലേക്ക് ഇറങ്ങി. എന്നിട്ട് അതിന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കരയിലായിട്ട് ഒരു വീടുണ്ട്. അതിനകത്തൊരു ലേഡിയാണ് താമസിക്കുന്നത്. ആ ലേഡിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവരിപ്പോൾ ആ ലേഡിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് മരിച്ചത് എന്നാണ് അവർ ആ ലേഡിയുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതറിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഈ സമയം അവർ പറയുന്നത്, ഈ ലേക്കിൽ വെച്ച് ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു, ഏതോ ഒരു ജീവി പിടിച്ചതാണ്, അതുപോലെ എന്തെങ്കിലും ആണോ നിങ്ങളുടെ ഹസ്ബൻഡിന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അതേക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജീവിയും പിടിച്ചോന്നല്ല, പുള്ളിക്ക് തീരെ വയ്യായിരുന്നു. ഒരു ഡോക്ടർമാർക്കും പുള്ളിയുടെ അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റിയില്ല. പുള്ളിയാണെങ്കിൽ നല്ല വേദന എടുത്താണ് ജീവിച്ചത്. അവസാനം പുള്ളിയുടെ നിർബന്ധ പ്രകാരം ഞാൻ പുള്ളിയെ അടിച്ചു കൊല്ലായിരുന്നു എന്നാണ് ലേഡി പറയുന്നത്. വളരെ കൂളായിട്ടാണ് അവർ അത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. ഇവർക്ക് എന്താ ഇനി വല്ല പ്രാന്താണോ എന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ പിന്നെയും ബോട്ട് എടുത്ത് ആ ലേക്കിലൂടെ പോവാണ്. ഇനിയിപ്പോൾ ഇവർക്ക് 2-3 ദിവസത്തെ പരിപാടിയുണ്ട്. അതുകൊണ്ട് കാട്ടിലൊരു ടെന്റ് അടിച്ചിട്ട് അവിടെ കഴിയാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ ആ ബോട്ടിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന 2 കൊമ്പുകളായിരുന്നു. ഇപ്പൊ അതിന്റെ അടുത്തേക്ക് ചെന്ന് ഹാങ്ക് ആ കൊമ്പുകൾ എടുത്തു നോക്കുമ്പോൾ അത് മൂസ് എന്ന് പറയുന്ന വലിയൊരു മൃഗത്തിന്റെ തലയായിരുന്നു. നല്ല വലിപ്പമുള്ള ഒരു ജീവിയാണത്. അതുപോലൊരു ജീവിയെ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ വെള്ളത്തിലുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേറെയും കുറച്ച് പോലീസുകാരെ കൂടെ വിളിക്കാനാണ് ജാക്ക് ഇപ്പൊ ഹാങ്കിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ കാട്ടിലേക്ക് എത്തി അവിടെ ടെന്റ് ഒക്കെ സെറ്റ് ചെയ്തു. ഹാങ്ക് വിളിച്ചതിനെ തുടർന്ന് വേറെയും കുറച്ച് പോലീസുകാരും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കെല്ലി ഇപ്പൊ ജാക്കിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. ഇത് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്റർ കണ്ട ഉടനെ തന്നെ കെല്ലി അങ്ങോട്ട് ഓടി. അത് കാണുമ്പോൾ ആരാണ് ഈ ഹെലികോപ്റ്ററിൽ വരുന്നത് ജാക്കിന് സംശയമായി. ഈ സമയം കെല്ലി പറയുന്നത് അതൊരു പ്രൊഫസറാണ്, എനിക്കറിയാം ഇയാൾ ഈ മുതലകളുടെ കാര്യത്തിൽ പുലിയാണ് എന്നാണ് കെല്ലി പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഹെലികോപ്റ്റർ ആ ലേക്കിലേക്ക് ലാൻഡ് ചെയ്തു. ഈ ഹെലികോപ്റ്ററിൽ വന്ന പ്രൊഫസറുടെ പേര് ഹെക്ടർ എന്നാണ്. അയാളിപ്പോൾ ജാക്കിന്റെയും ടീമിന്റെ അടുത്തേക്ക് വന്നിട്ട് അവരെ പരിചയപ്പെട്ടു. അയാൾ മുതലകളെ പിടിക്കാൻ വന്നാണെന്ന് അറിയുമ്പോൾ ഹാങ്ക് ചോദിക്കുന്നത്, അതിന് ഈ ലേക്കിൽ എവിടെയാണ് മുതലകള്? ഞാൻ ഇത്രയും കാലമായിട്ട് ഒരെണ്ണത്തിനെ പോലും കണ്ടിട്ടില്ലല്ലോ. ഉണ്ട് സാർ, ഇപ്പൊ മുതലകള് വടക്ക് നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. ഈ ലേക്ക് നേരെ ചെല്ലുന്നത് കടലിലേക്കാണല്ലോ. അപ്പൊ ഇതുവഴിയായിരിക്കും മുതലകൾ സഞ്ചരിക്കുക. ഉറപ്പായിട്ടും നല്ല സൈസുള്ള മുതലകൾ തന്നെ ഈ ലേക്കിലുണ്ടാവും എന്നാണ് ഹെക്ടർ പറയുന്നത്. അങ്ങനെ അയാൾ വന്ന് അവിടേക്കൊന്ന് സെറ്റിൽ ആയതിനു ശേഷം ഇവർ 4 പേരും കൂടെ 2 ബോട്ടുകളിലായിട്ട് ആ ലേക്കിലേക്ക് ഇറങ്ങി. ഹെക്ടറും ജാക്കും കൂടെയാണ് ഒരു ബോട്ടിലിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഈ ഹെക്ടറിന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് പോലൊരു സാധനമുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ മുതലകൾ എവിടെയാണുള്ളത് എന്ന കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. ആ മുതലകൾ എങ്ങാനും അയാളുടെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ആ ഡിവൈസിൽ ശബ്ദം ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ അയാൾ ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അപ്പുറത്തെ ബോട്ടിലിരിക്കുന്ന ഹാങ്ക് ചോദിക്കുന്നത്, അതെങ്ങനെയാണോ ഈ തണുപ്പ് കാലത്ത് ഇവിടെ മുതലകൾ വരുന്നത്? അവറ്റൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? ഈ സമയം ഹെക്ടർ പറയുന്നത്, തീർച്ചയായിട്ടും പറ്റും. നീ അവറ്റകളുടെ മൂക്ക് കണ്ടില്ലേ, നല്ല വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് എത്ര തണുപ്പായാലും അവറ്റകൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നാണ് ഹെക്ടർ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് കുറച്ച് മുമ്പിലായിട്ട് അവരൊരു കാര്യം കാണുന്നത്. കുറെ ചെറിയ മീനുകൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് സംശയിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു സാധനം അടിയിലൂടെ വന്ന് കെല്ലി ഇരിക്കുന്ന ബോട്ട് അങ്ങോട്ട് മറിച്ച് കളയുന്നത്. അതിനെ തുടർന്ന് കെല്ലിയും ഹാങ്കും നേരെ വെള്ളത്തിലേക്ക് വീണു. പക്ഷെ അതെന്താണ് സാധനം എന്നവർ കാണുന്നില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഹാങ്കും കെല്ലിയും തിരിച്ച് ആ ബോട്ടിലേക്ക് കയറുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം കൂടെ ആയിക്കഴിഞ്ഞപ്പം അവരവിടുത്തെ തെരച്ചിലൊക്കെ നിർത്തി വേഗം കരയിലേക്ക് കയറി. എന്നിട്ട് കെല്ലി ഇപ്പം അമേരിക്കയിലെ വൈൽഡ് ലൈഫ് ഓഫീസിലേക്ക് വിളിക്കുകയാണ്, അവർക്ക് സഹായം വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവർക്കുണ്ടായ ഈ അനുഭവം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. വെള്ളത്തിന്റെ അടിയിൽ നിന്നും എന്തോ ഒരു സാധനം വന്ന് ബോട്ടൊക്കെ മറിച്ചിട്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തെളിവില്ലാതെ സഹായത്തിന് ആരെയും അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല എന്നാണ് അമേരിക്കയിലെ വൈൽഡ് ലൈഫ് ഓഫീസ് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ കെല്ലിക്കാണെങ്കിൽ ശരിക്കും നിരാശയായി. അവൾ ആ കാര്യം ജാക്കിന്റെ അടുത്ത് പറയുമ്പോൾ ജാക്ക് പറയുന്നത്, നീ അതോർത്ത് വിഷമിക്കണ്ട, നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാന്നാണ്. അതിനിടയിലാണ് അവർ മറ്റൊരു കാര്യം കാണുന്നത്. അത് താഴെ വീണ് കിടക്കുന്ന മനുഷ്യന്റെ ഒരു തള്ളവിരലായിരുന്നു. അതിന് മൊത്തം പുഴു അരിച്ചിട്ടുണ്ട്. ഈ സമയം ഹെക്ടർ അത് ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത്, ഇത് ഉറപ്പായിട്ടും എന്തോ ഒരു ജീവി ഭക്ഷിച്ചിട്ട് അത് തുപ്പിക്കളഞ്ഞാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ആ വിരലെടുത്തു. എന്നിട്ട് അയാളിപ്പോൾ ഹാങ്കിന്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ മുമ്പിൽ ഏതൊരു ഓഫീസർ മരിച്ചു എന്ന്, ഇത് അയാളുടെ വിരലാണോ? അതേക്കുന്ന ഹാങ്ക് പറയുന്നത്, അയാളുടെ വിരലാണെന്ന് തോന്നുന്നില്ല, അയാൾ കുറച്ച് പൊക്കം ഉണ്ടായിരുന്നു എന്നാണ് ഹാങ്ക് പറയുന്നത്. അതേക്കുമ്പോൾ എന്തായാലും ഇതിന്റെ കാരണക്കാരൻ ഒരു മുതലയാണ് എന്ന് പറഞ്ഞിട്ട് ഹെക്ടർ ഇപ്പം വിരലെടുത്തിട്ട് ഹാങ്കിന് കൊടുക്കുകയാണ്. അയാൾ അത് മേടിക്കുകയും ചെയ്തു. അങ്ങനെ സമയം വൈകുന്നേരമായി. ഇപ്പൊ അവരുടെ ടെന്റിനകത്ത് ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തന്നെ കുറച്ച് പോലീസുകാർ അപ്പുറത്തായിട്ട് ഒരു കുഴി എടുക്കുന്നുണ്ട്. അവർ ആ കുഴി എടുക്കുന്നതും കണ്ടുകൊണ്ടാണ് ഹാങ്ക് അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ കുഴി എടുക്കുന്നത് എന്ന് ഹാങ്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇതാ ഹെക്ടർ പറഞ്ഞിട്ടാണ്, മുതലയല്ലേ വെള്ളത്തിലുള്ളത്, അത് ചിലപ്പോൾ കരയിലേക്കും കയറി വരും, അതുകൊണ്ട് മുതലയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നമില്ല, അയാൾ പൈസയും തന്നു എന്നൊക്കെ ആ പോലീസുകാർ പറഞ്ഞു. എന്നാൽ അത് കേൾക്കുമ്പോൾ ഹാങ്കിന് ഇങ്ങോട്ട് ശരിക്കും ദേഷ്യം വന്നു. പിന്നെ നിന്നെയൊക്കെ ആ ഹെക്ടറിന് വേണ്ടി പണിയെടുക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അയാൾക്ക് നീ ആ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഹാങ്ക് ആ ടെന്റിന്റെ അകത്ത് കയറി. ഈ സമയം പാർട്ടിയാണെങ്കിൽ അവിടെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കാണുമ്പോൾ ഹാങ്കിന്റെ ദേഷ്യം കൂടി. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും ഇവരുടെ കൂട്ടത്തിലൊരു പോലീസുകാരുണ്ട്, ലിസ എന്നാണ് അവളുടെ പേര്.
ഈ ഹെക്ടർ ലിസയും കൂടെ ഇപ്പൊ സെറ്റപ്പായി. അവർ രണ്ടുപേരും കൂടിയാണ് അവിടെ ഡാൻസ് കളിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ സമയം അവൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ഹാങ്കിന് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ആ ടെന്റിനകത്ത് പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും വെളിയിലേക്ക് ഇറക്കി വിടാണ്. എന്നിട്ട് ഹാങ്ക് ഇപ്പം ആ ഹെക്ടറിനെ കുറെ തെറിയും പറഞ്ഞു. എന്നാൽ എവിടെ ചെന്നാലും ഇതൊരു സ്ഥിരമായതുകൊണ്ട് ഹെക്ടർ അത് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ സമയം രാത്രി. ജാക്ക് ഇപ്പം അവിടെ കൂട്ടിയിരിക്കുന്ന തീയുടെ മുമ്പിലിരുന്ന് എന്തൊക്കെ എഴുതുകയാണ്. ഈ സമയത്താണ് കെല്ലി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവളങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആ ലേക്കിലേക്ക് നോക്കി സാഹിത്യത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ ജാക്ക് ചോദിക്കുന്നത്, അല്ല കെല്ലി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പല്ല് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്തിനാണ് ഈ മുതലയെ പിടിക്കാൻ വേണ്ടി നീ ഇവിടെ നിൽക്കുന്നത്? നിന്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ, നിനക്ക് തിരിച്ചു പോയിക്കൂടെ? അയാൾ ആ കാര്യം ചോദിക്കുമ്പോൾ അവള് പറയുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ബ്രേക്കപ്പ് ആയ ആ റിലേഷന്റെ കാര്യം അവളിപ്പോൾ അവനോട് പറഞ്ഞു. ഇപ്പൊ കെവിനുമായിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ട് അവൾക്ക് തിരിച്ചു പോകാനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് കറങ്ങിയിട്ട് പോവാം എന്നാണ് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ കൂടെ കൂടിയിരിക്കുന്നത്. ആ കാര്യമൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് ജാക്കൊന്നും ചോദിക്കുന്നില്ല. പിന്നീട് അവർ സംസാരിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ആ സംസാരത്തിനിടയിൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാവുന്നുണ്ട്. അവരുടെ മുഖഭാവങ്ങളിൽ അത് വ്യക്തമാണ്. എങ്കിലും അവരുടെ ആ ഇഷ്ടത്തെക്കുറിച്ച് അവർ പരസ്പരം പറയുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം അവർ പിരിയുകയും ചെയ്തു. അങ്ങനെ പാതിരാത്രി എല്ലാവരും നല്ല ഉറക്കമാണ്. ഈ സമയത്താണ് മൂത്രമൊഴിക്കാൻ വേണ്ടി ഹാങ്ക് എഴുന്നേക്കുന്നത്. എന്നിട്ട് അവനൊരു കുറ്റിക്കാട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, ഒരനക്കം. അത് കേട്ടതും ഹാങ്ക് ഇപ്പൊ തോക്കെടുത്തിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. എന്നിട്ട് അവിടേക്ക് ചെന്ന് അവിടുത്തെ ഇലയൊക്കെ മാറ്റി നോക്കുമ്പോൾ അതാ ഹെക്ടർ ആയിരുന്നു. അത് കണ്ടതും ഹാങ്കിലാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. ഹെക്ടർ ഇപ്പൊ ആ ലിസയും കൂട്ടി അവിടെ എന്തോ ഒരു പരിപാടി ഒപ്പിക്കുകയാണ് എന്നാണ് ഹാങ്ക് വിചാരിച്ചത്. എന്നാൽ നോക്കുമ്പോൾ അവിടെ ലിസ ഉണ്ടായിരുന്നില്ല. താൻ എന്താണ് ഈ പാതിരാത്രി ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹെക്ടർ പറയുന്നത്, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഇവിടെ മുതലക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി ട്രാപ്പ് സെറ്റ് ചെയ്യാണ് എന്നാണ് ഹെക്ടർ പറയുന്നത്. കുറച്ച് ദേഷ്യത്തിലാണ് അയാൾ അത്രയും കാര്യം പറയുന്നത്. ഈ സമയത്താണ് ശബ്ദം കേട്ട് ബാക്കിയുള്ളവർ കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. ഹാങ്ക് ഇപ്പൊ ഹെക്ടറിനെ കുറെ ചീത്ത പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഹെക്ടർ ആണെങ്കിൽ ശരിക്കും ഇൻസൾട്ടഡ് ആയി. അതുകൊണ്ട് വളരെ ദേഷ്യത്തോടെ അയാൾ ആ കാട്ടിലേക്ക് തന്നെ പോയി. ഇതെല്ലാം കാണുമ്പോൾ ജാക്ക് ചോദിക്കുന്നത്, ഇയാൾ എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നതെന്നാണ്. അതിന് മറുപടി പറയുന്നത് കെല്ലിയാണ്. നിങ്ങൾക്ക് ഈ ഹെക്ടറിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഈ മുതലകളുടെ കാര്യത്തിൽ അയാൾക്കൊരു പ്രാന്താണ്. ഞാൻ പറഞ്ഞില്ലേ ഇയാളൊരു പ്രൊഫസറാണെന്ന്. ഇയാളൊരു മിത്തോളജി പ്രൊഫസറാണ്. ഈ മിത്തോളജി പ്രകാരം മുതലകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. ദൈവത്തെ പോലെയൊക്കെയാണ് അവറ്റകളെ കണക്കാക്കുന്നത്. അതേ ചിന്ത തന്നെയാണ് ഈ ഹെക്ടർക്കും. അതുകൊണ്ടാണ് ഈ മുതലകളുടെ കാര്യത്തിൽ ഇയാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് കെല്ലി പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഹാങ്ക് മുന്നോട്ട് നടന്നു. എന്നാൽ നടക്കുന്ന വഴിക്കാണ് അവിടെ നേരത്തെ കുഴിച്ചിരുന്ന വലിയൊരു കുഴിയുണ്ടല്ലോ മുതലെ പിടിക്കാൻ വേണ്ടി. ഹാങ്ക് ഇപ്പൊ അതിനകത്തേക്ക് വീണു. അത് കാണുമ്പോൾ ജാക്ക് വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ ഭാഗ്യത്തിന് ഹാങ്കിന് കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി നേരം വെളുത്തപ്പോൾ തന്നെ അവരവരുടെ ബോട്ടിൽ ആ മുതലെ പിടിക്കാൻ ഇറങ്ങി. ഇപ്പൊ ഇവരുടെ കൂടെ എക്സ്ട്രാ ഒരു പോലീസുകാരനും കൂടെ ഉണ്ട്. അയാളാണ് ആ ബോട്ട് ഓടിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെങ്ങനെയാണ് മുതലെ ട്രാപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതല കുഞ്ഞുങ്ങളുടെ സൗണ്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നും ഒരു ചെറിയ ഡിവൈസിലേക്ക് റെക്കോർഡ് ചെയ്തു. ഇനിയിപ്പോൾ അത് താഴേക്ക് ഇട്ടിട്ടാണ് മുതലെ അവർ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ മുതലെ പിടിക്കാൻ വേണ്ടി ചാടുന്നത് ജാക്കും പിന്നെ ഹെക്ടറുമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ജാക്ക് ആദ്യം വെള്ളത്തിലേക്ക് ചാടി. അതിന് തുടർന്ന് ഹെക്ടറും ചാടി. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് പോയി കഴിയുമ്പോൾ കെല്ലി ഇപ്പം ആ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഒരു കയറിൽ കെട്ടി നേരെ വെള്ളത്തിനടിയിലേക്ക് ഇടാണ്. ഇതേസമയം വെള്ളത്തിനടിയിലെത്തിയ ഹെക്ടറും ജാക്കും കൂടെ ആ മുതൽ എവിടെയാണുള്ളത് എന്നൊക്കെ സെർച്ച് ചെയ്ത് നീന്താൻ തുടങ്ങി. അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ടോർച്ച് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് അവർ താഴെ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ അവർ താഴേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവർ നേരത്തെ മൂസ് എന്ന് പറയുന്ന മൃഗത്തിന്റെ തല എടുത്തിട്ടില്ലായിരുന്നു. അതിന്റെ ഉടലിപ്പം ആ വെള്ളത്തിനടി കിടക്കുന്നുണ്ട്. അപ്പൊ അവർ അന്വേഷിക്കുന്ന മുതൽ ഒരു ചില്ലറക്കാരനല്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അതിനൊന്നും നോക്കിയതിനു ശേഷം അവർ പിന്നെയും മുന്നോട്ട് നീന്താണ്. ഈ സമയം തന്നെ ഹാങ്കും കൂട്ടരും വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ആ ബോട്ടിലിരിക്കുന്നത്. ഇപ്പൊ ഹാങ്ക് കെല്ലിയുടെ അടുത്ത് ചോദിക്കുന്നത്, ഈ പ്രൊഫസർക്ക് എന്താ വട്ടാണോ? ഈ വെള്ളത്തിനടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മുതലവരെ പിടിച്ച് തിന്നത്തില്ലേ എന്നൊക്കെയാണ് അയാളുടെ ചോദ്യം. അതേക്കുന്ന കെല്ലി പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. നൈൽ നദിയിലുള്ള മുതലകളുടെ കൂടെ വരെ അയാൾ നീന്തിയിട്ടുണ്ട്. എന്നിട്ടൊന്നും അയാൾക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അയാൾ പറയുന്നത്, ഒരു മുതൽ എന്റെ നേരെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കും. അതുകൊണ്ട് അതിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കെല്ലി ഇപ്പൊ ഹാങ്കിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം ജാക്കും ഹാങ്കും ആ സെർച്ചിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഹെക്ടർ ഇപ്പം ജാക്കിന്റെ കുറെ മുമ്പിലൂടെയാണ് നീന്തി പോകുന്നത്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കുറ്റിയുടെ അടുത്തായിട്ട് ജാക്ക് ഒരു കാര്യം കാണുന്നത്. അത് ആ മുതലയുടെ വാലായിരുന്നു. നല്ല വലുപ്പമുണ്ട് അതിന്. അത് കണ്ടതും ജാക്ക് ഇപ്പം ആ ഭാഗത്തേക്ക് നീന്തി. ഈ സമയം ആ ബോട്ടിലിരിക്കുന്നവരാണെങ്കിൽ ജാക്കിനെയും ഹെക്ടറിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ പൊങ്ങി വരാത്തതിൽ ഇപ്പോഴും അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. ഈ ബോട്ടിന്റെ ആങ്കർ ഇപ്പൊ താഴേക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ റോപ്പ് വലിയാൻ തുടങ്ങി. എന്തൊരു സാധനം പിടിച്ച് വലിക്കുകയാണ്. നല്ല ഫോഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ ബോട്ട് മൂവ് ആയപ്പോൾ അതിലുണ്ടായിരുന്ന കെല്ലി വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. എന്നിട്ട് ആ ബോട്ട് വളരെ വേഗത്തിൽ കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി. ഈ സമയം ആ ബോട്ടിലുണ്ടായിരുന്ന പോലീസുകാരനാണെങ്കിൽ ആ ആങ്കറിന്റെ റോപ്പ് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
കാരണം എത്രയും പെട്ടെന്ന് കെല്ലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ആ ബോട്ടിലേക്ക് കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പണിയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ ബോട്ട് സ്റ്റാർട്ടാവുന്നില്ല. കെല്ലി ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം ആ ബോട്ട് അവിടെ നിന്നു. അതിനെ പിടിച്ച് വലിച്ച ആ സാധനം ഇപ്പൊ എവിടേക്ക് പോയി. അതുകൊണ്ട് ആ പോലീസുകാരൻ ഉടനെ തന്നെ ആങ്കർ വലിച്ചു കയറ്റാണ്. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അത് അവർ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ആ ചെറിയ മീനുകളൊക്കെ ആ വെള്ളത്തിന് മുകളിലേക്ക് ഇങ്ങനെ ചാടുന്നത്. ഇതാ മുതല വരുന്നതിന്റെ ഒരു സിമ്പലാണ്. അപ്പൊ ആ മുതല ഇപ്പം കെല്ലിയുടെ അടുത്തേക്ക് എത്തി എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാൾ എങ്ങനെയൊക്കെയോ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വേഗം തന്നെ കെല്ലിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ആ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. അങ്ങനെ അവളെ കയറ്റി കഴിയുമ്പോഴാണ് പെട്ടെന്ന് വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരാൾ പൊങ്ങി വരുന്നത്. അവർ നോക്കുമ്പോൾ അത് ജാക്കായിരുന്നു. അങ്ങനെ അവർ ജാക്കിനെയും കയറ്റി. പക്ഷെ ഹെക്ടർ എവിടേക്കാണ് പോയത് എന്ന കാര്യം ജാക്കിനെ അറിയത്തില്ല. ഈ സമയം അവർ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഹെക്ടറിനെ കണ്ടു. അതുകൊണ്ട് അവർ വേഗം തന്നെ ബോട്ട് ഇപ്പോൾ ഹെക്ടറിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അയാളെയും ആ ബോട്ടിലേക്ക് പിടിച്ച് കയറ്റാണ്. അങ്ങനെ ഇപ്പം എല്ലാവരും ബോട്ടിലേക്ക് കയറി. ഈ സമയം മറ്റേ പോലീസുകാരനാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇട്ട ആ മുതലക്കുഞ്ഞുങ്ങളുടെ സൗണ്ട് റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഉണ്ടല്ലോ, അയാളിപ്പോൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റോപ്പ് വലിച്ച് ആ സാധനം മുകളിലേക്ക് കയറ്റാണ്. എന്നാൽ അത് മുഴുവനായിട്ട് അങ്ങോട്ട് വലിച്ചു കയറ്റി കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ ഭീമ മുതല മുകളിലേക്ക് പൊങ്ങി വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ആ പോലീസുകാരന്റെ തലയും കടിച്ചെടുത്തോട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു അത്. ബാക്കിയുള്ളവരാണെങ്കിൽ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവർക്ക് ആ ജീവിയെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്നിട്ട് ആ പോലീസുകാരന്റെ ബോഡി എടുത്തുകൊണ്ട് അവിടെ പോയി. ഇതേ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് കെല്ലിയാണെങ്കിൽ വല്ലാത്തൊരു ഷോക്കിലാണ് അവിടെ നിൽക്കുന്നത്. ഈ സമയം ജാക്ക് വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. വൈൽഡ് ലൈഫിനെ കാര്യങ്ങളൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് ഉടനെ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാക്ക് അവളെ സമാധാനിപ്പിക്കുന്നത്. ഇതേ സമയം തന്നെ ഹാങ്കും വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം അയാളുടെ കീഴിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണല്ലോ ഇപ്പൊ മരിച്ചത്. ഈ സമയം അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹെക്ടറാണ്. അങ്ങനെ അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം ഹെക്ടർ പിന്നെയും മറ്റേ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഈ മിത്തോളജി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം കേൾക്കുമ്പോൾ ഹാങ്കിന് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾ എന്നെ സമാധാനിപ്പിച്ചൊക്കെ ഓക്കെ, പക്ഷെ മേലാൽ ഇതുപോലത്തെ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് എന്നും പറഞ്ഞിട്ട് ഹാങ്ക് തിരിഞ്ഞു നടന്നു. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഈ ഹെക്ടർ അവിടെ ഒരു കെണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തിരിഞ്ഞു നടന്ന വഴിക്ക് ഹാങ്ക് ഇപ്പം ആ കെണിയിൽ കുടുങ്ങി. അതൊരു കയറായിരുന്നു. അതിൽ കുടുങ്ങിയതുകൊണ്ട് അയാൾ ഇപ്പൊ തല കീഴായിട്ട് തൂങ്ങി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി വന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ഹാങ്കിനെ കയറിൽ നിന്ന് റിലീസ് ചെയ്യാണ്. എന്നാൽ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഹാങ്കിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ ഒരു വടി എടുത്തിട്ട് ഹെക്ടറിനെ അടിക്കാൻ വേണ്ടി അയാളുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ കുറച്ചപ്പുറത്തേക്ക് ഓടി അവരെ ലേക്കിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഒരു ഭീമ കരടി അങ്ങോട്ട് ഓടി വരുന്നത്. അതിപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. ഈ സമയം കരടിയാണെങ്കിൽ അവിടുന്ന് പോകുന്നില്ല. അതിപ്പോൾ രണ്ട് കാലിൽ നിന്നിട്ട് അവരെ നോക്കി ഇങ്ങനെ ഉറക്കെ അലറുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ വെള്ളത്തിൽ നിന്നും ആ മുതല അങ്ങോട്ട് ചാടി വീഴുന്നത്. ഒറ്റ ചാട്ടത്തിന് അത് ആ കരടിയെ പിടിച്ച് അതിനെയും കൊണ്ട് ആ വെള്ളത്തിനടിയിലേക്ക് പോയി. ഇപ്പൊ അവര് ആ മുതലയെ വ്യക്തമായിട്ട് കണ്ടു. അതിനൊരു 32 അടി നീളമുണ്ട്, ഏകദേശം 10 മീറ്ററിന്റെ അടുത്ത്. ഈ സമയത്താണ് ഈ ലേക്കിനകത്തൊരു മുതലയുണ്ട് എന്ന കാര്യം ഹാങ്കിന് വിശ്വാസമാവുന്നത്. അങ്ങനെ സമയം രാത്രി അവരിപ്പം ആ മുതലയെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയം കെല്ലിയാണെങ്കിൽ ഇന്റർനെറ്റിൽ അത് ഏത് തരം മുതലയാണ് എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അത്രയും ഭീകരമായിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് അതൊരു ഏഷ്യൻ മുതലയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ആ കാര്യം അവൾ പറയുമ്പോൾ ഹാങ്ക് വയ്ക്കുന്നത്, ഏഷ്യൻ മുതലയോ, അതെങ്ങനെയാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നത്? പക്ഷെ അതിനൊരു മറുപടി ആർക്കും അറിയത്തില്ല. ആരും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ ഹാങ്ക് പറയുന്നത്, എന്തായാലും ഇത്രയും വലിയൊരു സാധനത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഭീഷണിയുമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ തോക്കെടുക്കാൻ പോവാണ്. എത്രയും പെട്ടെന്ന് ആ മുതലെ കണ്ടെത്തി ഉടനെ തന്നെ കൊന്നുകളയാം എന്നാണ് ഹാങ്ക് പറയുന്നത്. എന്നാൽ ഹാങ്ക് അത് പറഞ്ഞത് ഹെക്ടറിന് ഇഷ്ടപ്പെട്ടില്ല. ഹെക്ടർ പറയുന്നത്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നീ ആ മുതലയുടെ സൈസ് കണ്ടില്ലേ? ഇത്രയും വലിയൊരു മുതല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു മിറാക്കിളാണ്. അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ. പിന്നെ നീ ആ മുതലേ ശ്രദ്ധിച്ചില്ലേ? നമ്മൾ മനുഷ്യരെ അതിന് പേടിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അതിനെ കൊല്ലുന്നത് എന്നൊക്കെയാണ് ഹെക്ടർ ചോദിക്കുന്നത്. എന്നാൽ ഹാങ്കും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങി. ഹെക്ടറിന്റെ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്ന വർത്തനം കേൾക്കുമ്പോൾ ഹാങ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്ടറിന്റെ മൂക്കിനിട്ടൊരു ഇടി കൊടുക്കുകയാണ്. ആ ഇടി കിട്ടി കഴിയുമ്പോൾ അത് തനിക്ക് കിട്ടേണ്ടതാണ് എന്ന കാര്യം ഹെക്ടറിന് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് അയാൾ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയതിന് ശേഷം ഹെക്ടർ ഇപ്പൊ ഹാങ്കിന്റെ കൂടെ അയാളുടെ ടെന്റിലേക്ക് പോയി ആ മുതലെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവരോട് നിന്ന് പോയി കഴിയുമ്പോഴാണ് കെല്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നേരത്തെ ആ കരടിയുടെ അറ്റാക്കിൽ ജാക്കും താഴേക്ക് വീണല്ലോ. ഈ സമയം അവന്റെ കയ്യിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇത് ഞാൻ മരുന്ന് വെച്ചരാന്നും പറഞ്ഞിട്ട് അവൾ അവനെ കൂട്ടി അവളുടെ ടെന്റിലേക്ക് പോയി. എന്നിട്ട് അവളിപ്പം അവന്റെ കയ്യിലെ മുറിവൊക്കെ മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. ഈ സമയം ഹാങ്കിന്റെ ടെന്റില് ഹെക്ടർ ഇപ്പം മുതല മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുത്തു. അതെല്ലാം കണ്ടതിന് ശേഷം ഹാങ്ക് ഇപ്പൊ ഹെക്ടറിനോട് ചോദിക്കുന്നത്, ഇതൊക്കെ ചെറിയ മുതലകളല്ലേ? നമ്മളിപ്പോ കണ്ടതിന് എന്തു വലുപ്പമാണ്? നീ ഒരു മുതല എക്സ്പേർട്ട് അല്ലേ? അപ്പൊ നിനക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വലുപ്പം വെച്ചത്? ഇതൊരു മ്യൂട്ടന്റ് ആണോ? അതേക്കുന്ന ഹെക്ടർ പറയുന്നത്, ഹേയ്, മ്യൂട്ടന്റ് ഒന്നുമല്ല. ഇന്ത്യയിൽ 30 അടി നീളമുള്ള മുതലയെ വരെ കണ്ടിട്ടുണ്ട്.
ഈ ലോകത്തിൽ ഇതുവരെ കൊന്നതിൽ ഏറ്റവും വലുപ്പമുള്ളത് 27 അടി നീളമുള്ള ഒരു മുതലയായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കണ്ട സാധനം ഒരു മ്യൂട്ടന്റ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ഹെക്ടർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ആ മുതൽ ഇങ്ങോട്ട് വന്നത്, അതും ഏഷ്യയിൽ നിന്ന്? ഹാങ്കിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, പക്ഷെ അതെനിക്ക് അറിയത്തില്ല എന്നാണ് ഹെക്ടർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ഹെക്ടർ അയാളുടെ ഹെലികോപ്റ്റർ എടുത്തിട്ട് ആ മുതലെ അന്വേഷിച്ചിറങ്ങി. അയാളുടെ കൂടെ പോലീസുകാരിയായ ആ ലിസയുണ്ട്. ഈ സമയം തന്നെ ജാക്കും കൂട്ടരും ഇപ്പൊ കാട്ടിലേക്ക് കയറി അവിടെയാണ് ആ മുതലെ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ കുറെ നടന്നവർ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവർ ആ മുതലയുടെ കാൽപ്പാട് കാണുന്നത്. അത് കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. നല്ല വലുപ്പം ഉണ്ടായിരുന്നു അതിന്. ഈ സമയം തന്നെ ആ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ഹെക്ടർ പറയുന്നത് ഞാൻ ഇവിടെ വെള്ളത്തിൽ ലാൻഡ് ചെയ്യാൻ പോവാന്നാണ്. അത് കേൾക്കുമ്പോൾ ലിസയ്ക്ക് പേടിയായി. നിങ്ങളല്ലേ പറഞ്ഞത് ഈ വെള്ളത്തിന്റെ മുകളിൽ നിന്നിട്ടാണ് മുതലയെ നോക്കാൻ പോകുന്നതെന്ന്, പിന്നെ എന്തിനാണ് ലാൻഡ് ചെയ്യുന്നത്? അതേക്കുന്ന ഹെക്ടർ പറയുന്നത് വെള്ളത്തിന്റെ മുകളിൽ നിന്ന് മുതലയെ നോക്കിയിട്ട് എന്ത് കിട്ടാനാണ്, നീ പേടിക്കണ്ട, നിനക്കൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അയാൾ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ഈ സമയം തന്നെ ജാക്കും കൂട്ടരും ആ മുതലയുടെ കാൽപ്പാടിന്റെ ഒരു പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അത് മുതല കടിച്ചു തുപ്പിയ മനുഷ്യന്റെ ഒരു തലയായിരുന്നു. അത് കണ്ടതും കെല്ലി അവിടെ കിടന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ജാക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഭർത്താവ് മരിച്ചുപോയ ലേഡി ഉണ്ടല്ലോ, ഇവരുടെ പേര് മിസ്സിസ് ബെക്കർമാൻ എന്നാണ്. അവരിപ്പം ഒരു പശുവിനെയും കൊണ്ട് ആ ലേക്കിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ പശുവിന്റെ മുഖമൊക്കെ കെട്ടിയിട്ടുണ്ട്. ജാക്ക് ഇപ്പൊ ബൈനോക്കുലർ വെച്ച് അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് കെല്ലി അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നത്. ആ ലേക്കിന്റെ സൈഡിലായിട്ട് ആ ഭീമ മുതലയിരിക്കുന്നു. അതിൽ നിന്നും ആ ലേഡി ഇപ്പം ആ മുതലേക്ക് തീറ്റി കൊടുക്കാനാണ് ആ പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നങ്ങനെ അവർക്ക് മനസ്സിലായി. അങ്ങനെ മിസ്സിസ് ബെക്കർമാൻ ആ പശുവിനെ ലേക്കിന്റെ അടുത്തേക്ക് എത്തിച്ചു. ആ പശു അങ്ങോട്ട് വന്നതും മുതലൊരൊറ്റ ചാട്ടത്തിന് ആ പശുവിനെ പിടിച്ച് നേരെ വെള്ളത്തിനടിയിലേക്ക് പോയി. ഇതൊക്കെ കണ്ട് ജാക്കും കൂട്ടരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ജാക്കും കൂട്ടരും വേഗം തന്നെ മിസ്സിസ് ബെക്കർമാന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ആ മുതലയെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് എന്നൊക്കെ അവർ ചോദിച്ചു. ഈ സമയത്താണ് അവരെ ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു കാര്യം ലേഡി പറയുന്നത്. നേരത്തെ ഇവർ പറഞ്ഞല്ലോ ഇവരുടെ ഭർത്താവിനെ ഇവർ തലക്കടിച്ചു കൊന്നാന്ന്. എന്നാൽ ഇപ്പൊ ഇവരത് മാറ്റി പറഞ്ഞു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ 2 കുതിരകളെ കാണാതായി. അതിനെ തുടർന്ന് ഭർത്താവ് ആ കുതിരകളെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ മുതല വന്നിട്ട് അയാളെ പിടിച്ചത്. ആ കുതിരകളെയും ആ മുതല തന്നെയായിരുന്നു പിടിച്ചത്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഈ ലേഡി എന്നും ആ മുതലയ്ക്ക് തീറ്റ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഈ കാര്യം അവരാരെയും അറിയിച്ചില്ല. കാരണം അവർക്ക് പേടിയുണ്ടായിരുന്നു, എങ്ങാനും പുറത്ത് അറിയിക്കുകയാണെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഈ മുതലയെ കൊല്ലുമെന്ന്. ആ കാര്യങ്ങളൊക്കെ ആ ലേഡി പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഈ മുതലയെ കൊല്ലുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ്. അതേക്കുമ്പോൾ നിങ്ങൾ ഈ ലേക്ക് നോക്കിക്കേ, ഇവിടെ സാധാരണക്കാരങ്ങനെ വരാറുണ്ടോ? ഇതാ മുതലയുടെ ലേക്കാണ്, എന്തിനാണ് നമ്മൾ വെറുതെ അതിനെ കൊല്ലുന്നത്? അത് ഇവിടെ തന്നെ ജീവിച്ചോട്ടെ എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത്. ഈ സമയം തന്നെ ഹെക്ടർ ആണെങ്കിൽ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതിനു ശേഷം അവന്റെ ആ സ്വിമ്മിംഗ് സൂട്ടൊക്കെ എടുത്തിട്ടു. ഇതെല്ലാം കണ്ട് ലിസയാണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകരുത്, അത് അപകടമാണ് എന്നൊക്കെ അവൾ പറഞ്ഞു. എന്നാൽ അത് കേൾക്കുമ്പോൾ ഞാൻ ഇതുപോലത്തെ മുതലകളൊക്കെ ഒരുപാട് കണ്ടതാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അയാൾ വെള്ളത്തിലേക്ക് ചാടി. എന്നാലും ഇപ്പോഴൊക്കെ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അവൾ വയർലെസ് എടുത്ത് വേഗം തന്നെ ഹാങ്കിനെ വിളിക്കുകയാണ്. ഹാങ്ക് ആണെങ്കിൽ ഇപ്പോഴും ആ ലേഡിയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഹാങ്കിനെ വിളിച്ച് അവൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹാങ്കും കൂട്ടരും വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയം ഹെക്ടർ ആണെങ്കിൽ വെള്ളത്തിനടിയിലൂടെ ആ മുതലെ അന്വേഷിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എവിടെ അതിനെ കാണാത്തോണ്ട് അയാളിപ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്നത് ആ ഹെലികോപ്റ്ററിന്റെ കുറച്ച് ദൂരത്താണ്. എന്നാൽ ഈ സമയത്താണ് ആ ഭീമ മുതല അയാളുടെ പുറകിൽ വരുന്നത്. ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഇപ്പൊ മുതലയാണെങ്കിൽ അയാളെ തന്നെ ഇങ്ങനെ നോക്കി അനങ്ങാതെ നിൽക്കുകയാണ്. ഈ സമയം അയാൾ പഴയ അടവ് പ്രയോഗിച്ചു. അയാളിപ്പം ആ മുതലയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പക്ഷെ മുതലയാണെങ്കിൽ പതുക്കെ പതുക്കെ അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാളും പതുക്കെ പുറകിലേക്ക് ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഹെലികോപ്റ്ററിന്റെ അടുത്ത് എത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ മുതലെ പറ്റിച്ച് അയാൾ ആ ഹെലികോപ്റ്ററിലേക്ക് കയറി. എന്നിട്ട് അവർ ആ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പോഴാണ് പെട്ടെന്ന് മുതല ചാടി വന്നിട്ട് ആ ഹെലികോപ്റ്ററെ പിടിക്കുന്നത്. അത് കണ്ടതും ലിസ അതിന് നേരെ ഷൂട്ട് ചെയ്തു. 2-3 തവണ വെടിവെച്ചപ്പം മുതല പിടിവിട്ടിട്ട് നേരെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ കഷ്ടിച്ചാണ് അവരെ മുതലയുടെ കയ്യിൽ നിന്നും അവിടുന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ അവരവിടുന്ന് പോയി കഴിഞ്ഞപ്പം മുതല വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഹെക്ടർ ഇപ്പം അയാളുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ഈ സമയം ജാക്ക് വന്ന് അവരുടെ സാധനങ്ങളൊക്കെ ആ ഹെലികോപ്റ്ററിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവനിപ്പോൾ ഹെക്ടറിന്റെ അടുത്ത് പറയുന്നത് ഇനി മേലാൽ ഈ ഹെലികോപ്റ്ററും കൊണ്ട് ആ മുതലയുടെ പുറകെ പോകരുതെന്നാണ്. അതൊക്കെ കേൾക്കുന്ന ഹെക്ടർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ അവരുടെ ടെന്റിന്റെ അടുത്ത് കൂടിയിരിക്കുകയാണ്. ഈ സമയം ജാക്ക് അവരോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറിനകം വൈൽഡ് ലൈഫിന്റെ ആൾക്കാർ വരും. വന്നു കഴിഞ്ഞാൽ ആ മുതലെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ജാക്ക് പറയുന്നത്. ഹാങ്കോ ആ അഭിപ്രായം ശരിവെച്ചു. എന്നാൽ ഈ സമയത്താണ് ആ ടെന്റിനകത്തുനിന്ന് ഹെക്ടർ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ അവർ സംസാരിക്കുന്നൊക്കെ ഈ ഹെക്ടറും കേട്ടു. അയാൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് പ്രകൃതിയുടെ ഒരു മിറാക്കിളാണ്. ഇത്രയും വലിയൊരു മുതല, അതിനെന്തിനാണ് കൊല്ലുന്നത്? അതിനെ സംരക്ഷിച്ച പോരെ? അതോട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മുതലയെ മയക്കാനുള്ള മയക്കുമരുന്നൊക്കെ എൻ്റെ അടുത്തുണ്ട്. അത് വെച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് അത് മയങ്ങിക്കഴിയുമ്പോൾ ഒരു വലയിട്ടിട്ട് അതിനെ പിടിക്കാം എന്നൊക്കെയാണ് ഹെക്ടർ പറയുന്നത്. അവിടെ നിൽക്കുന്ന കെല്ലിയോ അത് ശരിവെച്ചു. എന്നാൽ ആദ്യം ജാക്കും ഹാങ്കും അതിന് സമ്മതിക്കുന്നില്ല. എങ്കിലും അവരിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവസാനം അവരും അതിന് സമ്മതിച്ചു. ഇനിയിപ്പോൾ അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി എങ്ങനെയാ മുതലെ പിടിക്കാന്നുള്ളതാണ്.
വെള്ളത്തിൽ വെച്ചിട്ട് എന്തായാലും അതിനെ പിടിക്കാൻ പറ്റത്തില്ല. അതിനെ പിടിക്കണമെങ്കിൽ അതിനെ കരയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അത് വെറുതെ കരയിലേക്ക് കയറി വരൂല്ല. അതിനുവേണ്ടി ഒരു ഇരയെ തയ്യാറാക്കണം. ആ കാര്യത്തിനും ഇപ്പൊ അവർക്കൊരു ഐഡിയ കിട്ടി. ആ മിസ്സിസ് ബെക്കർമാൻ ഉണ്ടല്ലോ, അവരുടെ ഒരു പശുവിനെ ഇരയായിട്ടിട്ടിട്ട് ആ മുതലെ കരയിലേക്ക് കയറ്റാം എന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്ലാൻ പ്രകാരം അവരൊരു പശുവിനെ പിടിച്ച് ആ ഹെലികോപ്റ്ററിൽ ഒരു റോപ്പ് വഴി തൂക്കിയിട്ടു. എന്നിട്ട് ഹെക്ടർ ആ ഹെലികോപ്റ്റർ ഓടിച്ച് നേരെ ആ ലേക്കിന്റെ നടുവിലേക്ക് ചെന്നു. ബാക്കിയുള്ളവരാണെങ്കിൽ ആ മുതലെ ഷൂട്ട് ചെയ്യാനുള്ള തോക്ക് സെറ്റ് ചെയ്തു. പിന്നെ അതിനെ പിടിക്കാനുള്ള വലിയൊരു വലയും സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ഹെക്ടർ ഇപ്പം ആ പശുവിനെ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുക്കാൻ തുടങ്ങി. എന്നാൽ കുറേ നേരം അയാൾ ട്രൈ ചെയ്തിട്ടും ആ മുതല പൊങ്ങി വരുന്നില്ല. അങ്ങനെ സമയം രാത്രി. ഇതുവരെയായിട്ടും ആ മുതലയുടെ ഒരു പൊടി പോലും അവർ കാണുന്നില്ല. അതോട് കാര്യങ്ങളൊക്കെ മതിയാക്കാം എന്നവർ തീരുമാനിച്ചു. എന്നാൽ ഈ സമയത്താണ് ആ ഹെലികോപ്റ്ററിലെ റഡാറിൽ ഒരു മെസ്സേജ് വരുന്നത്. അതിൽ നിന്നും ആ മുതലെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അയാൾ ഉടനെ തന്നെ ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തു. അങ്ങനെ ഹെക്ടർ ആ കാര്യങ്ങളൊക്കെ അറിയിച്ചതിനെ തുടർന്ന് എല്ലാവരും ആ മുതലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ മുതല പതുക്കെ ആ പശുവിന്റെ അടുത്തേക്ക് എത്തി. പശുവാണെങ്കിൽ അവിടെ കിടന്നിങ്ങനെ ഉറക്കെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ മുതല പശുവിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ തല ഉയർത്തുന്നത്. എന്നാൽ അത് കണ്ടതും ഹെക്ടർ ആണെങ്കിൽ ആ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർത്തി. ഈ സമയത്താണ് ജാക്ക് ആ മുതലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അത് അതിന്റെ വായ്ക്കടിയിൽ തന്നെ കൊണ്ടു. അതിനെ തുടർന്ന് മുതലിപ്പോ താഴെ വെള്ളത്തിലേക്ക് പോയി. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പോയി. ഹെക്ടർ എത്ര ശ്രമിച്ചിട്ടും അതിന് കൺട്രോൾ കിട്ടുന്നില്ല. മാത്രമല്ല ആ പശുവിനെ കെട്ടിയിരിക്കുന്ന കയറ് പൊട്ടി പശു ഇപ്പൊ താഴേക്ക് വീണു. അങ്ങനെ പശു താഴേക്ക് വീണ് കഴിഞ്ഞതും ഹെലികോപ്റ്ററിന് താഴെ വെള്ളത്തിലേക്ക് വീഴാണ്. പിന്നീട് കുറച്ച് സമയത്തേക്ക് അനക്കമൊന്നുമില്ല. അവർ നോക്കുമ്പോൾ ഹെലികോപ്റ്ററിലിരിക്കുന്ന ഹെക്ടറിന് പ്രശ്നമൊന്നും പറ്റിയിട്ടുമില്ല. അങ്ങനെ ഹെക്ടർ ആ ഹെലികോപ്റ്ററിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് മുതല അയാളുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട് പേടിക്കുന്ന ഹെക്ടർ ആണെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് വീണു. ഇതെല്ലാം കാണുമ്പോൾ ഹാങ്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലെ തോക്കെടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ഇയാളുടെ കയ്യിലുള്ള തോക്ക് മയക്കുവെടിയല്ല. എന്നാൽ വെള്ളത്തിലേക്ക് ചാടിയ ഹെക്ടർ ആണെങ്കിൽ കരയിലേക്ക് നീന്താതെ വീണ്ടും ആ ഹെലികോപ്റ്ററിലേക്ക് തന്നെ കയറി. പക്ഷെ പിന്നെ അവർ നോക്കുമ്പോൾ ആ മുതലയുടെ ഒരു അനക്കവും കാണുന്നില്ല. അതിപ്പോ എവിടെ പോയി എന്ന് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മുതല ഹാങ്കിന് നേരെ ചാടുന്നത്. അതിനെ തുറന്ന് അപ്പം തന്നെ അയാൾ വെടി ഓടിച്ചു. എന്നാൽ ആ വെടി മുതലേക്ക് കൊണ്ടില്ല. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ വേഗം തന്നെ ഓടി കരയിലേക്ക് കയറി. അയാളെ ഫോളോ ചെയ്തുകൊണ്ട് ആ മുതലയും ഇപ്പൊ കരയിലേക്ക് കയറി. അങ്ങനെ കരയിലേക്ക് കയറിയതിനു ശേഷം മുതല ഇപ്പൊ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിൽക്കുന്നവരാണെങ്കിൽ മുതലേക്ക് നേരെ ഇങ്ങനെ തുരുതുര വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും അവിടെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അതിനിടയിലാണ് ആ മുതലയുടെ വാല് തട്ടി കെല്ലി വെള്ളത്തിലേക്ക് പോകുന്നത്. അത് കാണുന്ന മുതലയും ഇപ്പൊ കെല്ലിയുടെ പുറകെ പോവാണ്. അങ്ങനെ കെല്ലി ഇപ്പം വെള്ളത്തിന്റെ അടിയിലേക്ക് ഒളിയിട്ട് പോയി. മുതലയും അവളെ ഫോളോ ചെയ്തുകൊണ്ട് അവളുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ താഴെ എത്തിയതിനു ശേഷം താഴെ ഒരു മരത്തിന്റെ കുറ്റിയുണ്ട്. കെല്ലി ഇപ്പം അതിലേക്ക് ചെന്ന് പിടിച്ചു. ഈ സമയം മുതലയും അതിലിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ മുതൽ അപ്പുറത്തേക്ക് പാസ് ചെയ്ത് കഴിയുമ്പം കെല്ലി ഇപ്പം മുകളിലേക്ക് പൊങ്ങി വരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവൾക്കൊരു പണി കിട്ടുന്നത്. ആ മരത്തിന്റെ താഴെയുള്ള വേരുകളിൽ അവിടെ കാല് കുടുങ്ങിപ്പോയി. അവൾക്ക് ഇപ്പൊ മുകളിലേക്ക് പൊങ്ങി വരാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുതൽ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ മുതലെ വാ തുറന്ന് അവളെ കടിക്കുമ്പോൾ അതിന് വായ്ക്കുള്ളിൽ ആ മരത്തിന്റെ ഭാഗമാണ് കൊടുക്കുന്നത്. അതോടുകൂടെ ആ മരത്തിന്റെ ഭാഗം ഇളകി. അങ്ങനെ വന്നപ്പോൾ അവളുടെ കാലാണെങ്കിൽ ആ വേരിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ മുകളിലേക്ക് പൊങ്ങി വരാണ്. കറക്റ്റായിട്ട് അവൾ ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് തന്നെയാണ് എത്തുന്നത്. ഈ സമയം ഹെക്ടർ ആണെങ്കിൽ അവൾ ആ ഹെലികോപ്റ്ററിലേക്ക് പിടിച്ച് കയറ്റുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് മുതൽ അപ്പുറത്തു കൂടെ ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് തലയിടുന്നത്. അതിന് തുറന്ന് ഹെക്ടറും കെല്ലിയും വെള്ളത്തിലേക്ക് ചാടി. എന്നിട്ട് അവർ വേഗം തന്നെ കരയിലേക്ക് നീന്തി. ഇപ്പൊ ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് തലയിട്ടത് കാരണം മുതലേക്ക് അവിടുന്ന് തല വെളിയിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. കുറെ തവണ അത് അവിടെ നിന്ന് ഇങ്ങനെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിനെ കൊണ്ടത് പറ്റുന്നില്ല. എന്നാൽ ഇവർ നേരത്തെ തന്നെ കുറെ മയക്കുവെടി ഷൂട്ട് ചെയ്തല്ലോ. അതിന്റെ മരുന്നൊക്കെ ഇപ്പൊ അതിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ മുതലിപ്പോ വല്ലാണ്ട് തളരുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ ഇനിയിപ്പോൾ ആ മുതലയെ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നമാണ് എന്ന കാര്യം ഹാങ്കിന് മനസ്സിലായി. അതുകൊണ്ട് അതിനെ കൊല്ലാൻ വേണ്ടി അയാൾ അയാളുടെ തോക്കെടുത്തു. എന്നാൽ ഹെക്ടർ അതിന് സമ്മതിക്കുന്നില്ല. ഹെക്ടർ ഇപ്പൊ ചോദിക്കുന്നത് ആ മുതലിപ്പോ ആ ഹെലികോപ്റ്ററിൽ കുടുങ്ങിയില്ലേ, ഇനിയിപ്പോ എന്തിനാണ് അതിനെ കൊല്ലുന്നതെന്നാണ്. എന്നാൽ ജാക്ക് പറയുന്നത് അതൊന്നും നോക്കണ്ട, അതിനെ കൊന്നു കളഞ്ഞേക്കുന്നതാണ്. എന്നാൽ ഹാങ്കിനെന്തോ അതിനെ കൊല്ലാൻ തോന്നുന്നില്ല. ഈ സമയം മുതലാണെങ്കിൽ പിന്നെയും ആ ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ശ്രമത്തിനിടയിൽ ഇപ്പൊ അത് ആ ഹെലികോപ്റ്ററും കൊണ്ട് കരയിലേക്ക് എത്തി. ഇപ്പോഴും അത് ചാവാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് ശരിക്കും പേടിയുണ്ട്. അങ്ങനെ കരയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അതിന് പിന്നെ അനക്കമൊന്നുമില്ല. എന്നാൽ ഇപ്പോഴും അത് ചത്തിട്ടില്ല. അതുകൊണ്ട് അതിനെ കൊന്നേ പറ്റൂ എന്നാണ് ജാക്ക് പറയുന്നത്. എന്നാൽ ഹാങ്ക് ഷൂട്ട് ചെയ്ത് കാണുമ്പം ജാക്ക് ഇപ്പോൾ ഒരു തോക്ക് മേടിച്ചിട്ട് ആ മുതലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അയാൾ വിചാരിച്ച പോലെ ആ തോക്കിനകത്ത് ഉണ്ടയായിരുന്നില്ല, അതിലൊരു മയക്കുവെടിയായിരുന്നു. അതും കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആ മുതല പൂർണ്ണമായിട്ട് മയങ്ങിപ്പോയി. പിന്നീട് ജാക്ക് അതിനെ കൊല്ലാനും ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. വേറൊരു മുതല വന്നിട്ട് ഇപ്പൊ ഹെക്ടറിനെ പിടിച്ചു എന്നിട്ട് വെള്ളത്തിലേക്ക് വലിച്ചയക്കാണ്. പക്ഷെ ഹെക്ടറിന്റെ ഭാഗ്യത്തിന് അത് അയാളുടെ കാലിലാണ് പിടിച്ചിരുന്നത്. അതുകൊണ്ട് ജാക്ക് വേഗം തന്നെ വന്നിട്ട് ഹെക്ടറിനെ കരയിലേക്ക് പിടിച്ച് കയറ്റാണ്. ഇതെല്ലാം കാണുന്ന ഹാങ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് ആ രണ്ടാമത്തെ മുതലെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ അതിന്റെ തല മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു പോവാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ആ വൈൽഡ് ലൈഫിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അതും കൂടെ കാണുമ്പോൾ അവർക്ക് ആശ്വാസമായി. ഇനിയിപ്പോൾ മറ്റേ മുതലയുടെ കാര്യം അവർ നോക്കിക്കോളും.
അങ്ങനെ എല്ലാവരും വന്നിട്ട് ആ മുതലയെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ഈ സമയം തന്നെ ഹെക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾക്ക് ചെറിയൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടേക്ക് വന്ന ആംബുലൻസിൽ അയാളെ കയറ്റി എന്റെ ഹാങ്ക് അയാളുടെ കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ജാക്കോ അവന്റെ വണ്ടിയിലേക്ക് കയറി. ഈ സമയത്താണ് യാത്ര പറയാൻ വേണ്ടി കെല്ലി അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ യാത്ര പറഞ്ഞു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്റെ കൂടെ പോരുന്നോ എന്നാണ്. അതിനെന്താ ഞാനും വരുന്നു എന്നും പറഞ്ഞിട്ട് അവളും അവന്റെ വണ്ടിയിലേക്ക് കയറി. അതിനെ തുടർന്ന് അവർ വേഗം തന്നെ നാട്ടിലേക്ക് പോവാണ്. ഇനി കാണിക്കുന്നത് ആ മിസ്സിസ് ബെക്കർമാനെയാണ്. രാവിലെ തന്നെ അവർ ലേക്കിന്റെ അടുത്തേക്ക് വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേക്കിനകത്ത് കുറെ മുതലക്കുഞ്ഞുങ്ങളുണ്ട്. അവറ്റകൾക്ക് തീറ്റ കൊടുക്കാനാണ് മിസ്സിസ് ബെക്കർമാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആ വലിയ മുതല അവിടെ ഒരു ഫാമിലിയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് ഇവിടം വിട്ട് എവിടേക്കും പോവാതിരുന്നു. ഇനിയിപ്പോൾ വലിയ മുതലയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനൊരു വലിയ ട്രക്ക് കയറ്റിയിട്ടാണ് അവരവിടുന്ന് കൊണ്ടുപോയത്. കാരണം അത്രയും വലുപ്പം ഉണ്ടായിരുന്നു അതിന്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.